തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്ന് മനുഷ്യത്വമേ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്ന് മനുഷ്യത്വമേ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. കരങ്ങളടിച്ച് ചേർന്ന് പാടി. ജെറമിയ എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജെറമിയ എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ. കരങ്ങളുയർത്തിയടിച്ച് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി, പുതുവത്സരത്തിൻ. കരങ്ങളുയർത്തിയടിച്ച് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ. രണ്ട് കരങ്ങളുയർത്തി ഒന്ന് ഉച്ചത്തിൽ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ. ദൈവമേ, അവിടുത്തെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും ഏഴകളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. 28-ാം സങ്കീർത്തനം. ബാറഖ്മോർ. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ടും ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാത്മമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ.
അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. ആമീൻ. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. എല്ലാവർക്കും ഒന്ന് പറയാമോ? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്, യേശു ഏകരക്ഷകനാണ്, യേശു എൻ്റെ രക്ഷകനാണ്. കരമുയർത്തി ഹല്ലേലൂയ, മനമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരമുള്ള യഹോവേ, തൻ്റെ ക്രൂശമരണം മൂലം ലോകത്തെ രക്ഷിച്ച മിശിഹായെ, സകലത്തെയും പൂർണ്ണമാക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, യേശുവേ സമയം വരെ കാത്ത് പരിപാലിച്ച വൻകൃപയ്ക്കായി നന്ദി. ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി വൻകൃപയ്ക്കായി നന്ദി. അങ്ങയുടെ പാദപീഠത്തിൽ ചേർന്നിരിക്കുമ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണ യേശുവേ, ഞങ്ങളുടെ കുറവശങ്ങളോട് സംസാരിക്കണ യേശുവേ. ഞങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയും സെൻറ്റ് ജോൺസ് മിഷനെയും അനുഗ്രഹിക്കണ യേശുവേ. അനുഗ്രഹ തടസ്സമായി അടിയൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപങ്ങൾ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ പുണ്യാഹ രക്തത്താൽ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, മലഹമാരെ, സഹദേന്മാരെ, സ്ലീഹന്മാരെ, ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ, മാർ പത്രോസേ, മാർ പൗലോസേ, വിശുദ്ധ തോമാസ് ലീഹ, വിശുദ്ധ മീഖായേലെ, വിശുദ്ധ റപ്പായേൽ, വിശുദ്ധ ഗബ്രിയേലെ, പരിമല കൊച്ചു തിരുമേനി, വിശുദ്ധ ഗീവർഗീസ്, സകല ഓമല്ലൂർ ബാവ, വിശുദ്ധ യോഹന്നാൻ മബ്ദാന, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ, എൽദോ, മാർ ബെസേലിയസ് ബാവ, മാർ കുറിയാക്കോസ്, സകല വിശുദ്ധ ദേവസഹായം, വിശുദ്ധ ദേവസ്ഥേ പിതാവേ, തമ്പുരാനപ്പെട്ട അമ്മേ, വിശുദ്ധ കന്യകമറിയ അമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നിവിടെ പാപികൾ മാനസാന്തരപ്പെടുവാൻ, പിന്മാറ്റക്കാർ തിരിച്ചു വരുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, വിശ്വാസികൾ വിശ്വാസം ഉറയ്ക്കുവാൻ, യോർദാന്റെ കരയിലിറങ്ങിയ പ്രാവേ, സഹിയോൻ ഊട്ടുശാലയിലിറങ്ങിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ. പുതിയൊരു അനുഭവം, പുതിയ തീരുമാനം, പുതിയ ഹൃദയം, പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകുവാൻ യഹോവയുടെ കരമിടെ ഉയരണമേ. യഹോവയുടെ വലങ്കരയുടെ വീര്യം പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന് സ്തുതി. യാക്കോബായ സുറിയാനി സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠ കത്തോലിക്ക ബാവ അബൂന്മാർ ബെസേലിയോസ് തോമസ് ഒന്നാമൻ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സെൻറ്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. പ്രിയമുള്ളവരെ, ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സെൻറ്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രം. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാ മാസവും ഒന്നാമത്തെ ഞായറാഴ്ച 7 മുതൽ 8:30 വരെയുള്ള സമയം ജീവൻ്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം എന്ന ഓൺലൈൻ പ്രോഗ്രാം എല്ലാ മാസവും ഒന്നാമത്തെ ഞായറാഴ്ച 7 മുതൽ 8:30 വരെയുള്ള സമയം നിങ്ങൾക്ക് കാണാം. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ആ കുടുംബത്തെ ഓർത്ത്, ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് ഈ ജീവൻ്റെ വചനം എന്ന ഓൺലൈൻ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒറ്റ വാക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് ഈ വചനം ലോകം മുഴുവൻ എത്തിക്കുവാൻ കർത്താവേ, അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത ആ കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. ആ സമ്പത്തെടുത്ത കരങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്ന പ്രിയ മകനെ അനുഗ്രഹിക്കണമേ. ഇന്ന് ആരാധന നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനം ചെന്നിടത്തെല്ലാം രൂപാന്തരങ്ങൾ നടക്കട്ടെ അപ്പ. പാപികൾ മാനസാന്തരപ്പെടിടയാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയായിരിക്കുന്നു ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ ഇത് കേൾക്കുവാൻ പ്രിയമുള്ളവരെ പ്രേരിപ്പിക്കുക. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ വചനം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, നിരാശയിലേക്ക് പോകുന്നവർക്ക് പ്രത്യാശ നൽകുന്നത്
ദൈവത്തിൻ്റെ തിരുവചനമാണ്. ഈ വചനം കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ നേരെ ശത്രു വരും, അവർ 7 വഴിയായി ഓടിപ്പോകും. നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നീ നനവുള്ള തോട്ടമായി തീരും. നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇത് ഈ വചനം കേട്ട് അനുസരിക്കുന്നുള്ളവർക്കുള്ള അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഈ വചനം അനേകായിരങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ ഈ വചനം എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഈ വചനം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രാഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. മതി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 33 തിരുവയസ്സ് വരെയുള്ള ഐഹിക ജീവിതകാലത്തിൽ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ വേളയിൽ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഉപമയാണ്. എന്നാൽ ഇത് ഉപമയല്ല എന്നാണ് പല വേദ പണ്ഡിതന്മാരും പറയുന്നത്. കാരണം ഈശോ മിശിഹ ഉപമ പറഞ്ഞിടത്തൊന്നും ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. എന്നാൽ ഈ ഉപമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അത് കർത്താവ് ഒരു വ്യക്തിയുടെ പേര് അവിടെ പറയുകയാണ്. എന്നാൽ പേര് പറയാത്തൊരു വ്യക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനം പ്രതി, വല്ലപ്പോഴും അല്ല, ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് നടക്കുകയാണ്. അപ്പൊ പിന്നെ എന്നാ ജോലി? ദിനം പ്രതി ഇങ്ങനെ ആഡംബരത്തോടെ സുഖിച്ച് നടക്കുമ്പോൾ അവൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഒരു ദൈവം ഇതിലെപ്പോഴും ഓർക്കണം, ഒരു മരണമുണ്ട്. ഒരു മരണമുണ്ടെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്. ഒരു ന്യായവിധിയുണ്ടെങ്കിൽ 2 സ്ഥലങ്ങൾ നമുക്ക് കാണാം. ഒന്ന് സ്വർഗം, 2 നരകം. പ്രിയമുള്ളവരെ, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ഒരു വ്യത്യാസവുമില്ല ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ധനവാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, ഒരു മരണമുണ്ട്. പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു നടന്ന ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. നല്ലൊരു അടക്കമായിരുന്നു. അടക്കം നന്നായില്ലേലും കുഴപ്പമില്ല, ഒടുക്കം നന്നാവണം. ഹല്ലേലൂയ, ഒടുക്കം നന്നാവാതെ അടക്കം നന്നായിട്ട് കാര്യമില്ല. എങ്ങനെ മരിച്ചു എന്നുള്ള വിഷയമല്ല, ഏത് പ്രായത്തിൽ മരിച്ചു എന്നുള്ള വിഷയമല്ല, മരണശേഷം അടക്കം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. കാരണം എന്താണ്? സുനാമി ഉണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം, 100 കണക്കിന് ക്രിസ്ത്യാനികൾക്ക് അടക്കം കിട്ടിയില്ല. ഓക്കെ, ചുഴലിക്കാറ്റിൽ അനേക ക്രിസ്ത്യാനികൾക്ക് അടക്കം കിട്ടിയില്ല, കടല് കൊണ്ടുപോയി. കോതമംഗലത്ത് നിന്ന് വേളാങ്കണ്ണിയിൽ പള്ളി പ്രാർത്ഥിക്കാൻ പോയ ഒരു കുടുംബം, അതിൽ ഭാര്യയും ഭർത്താവും മകനും. സുനാമി ഉയർന്നു പൊങ്ങിയപ്പോൾ ചേട്ടൻ ഒരു കെട്ടിടത്തിൽ പിടുത്തം കിട്ടി. ചേച്ചിയും മകനും
ആ വെള്ളത്തിലേക്ക് പോയി. അവർക്കൊരടക്കം കിട്ടിയില്ല. പ്രിയമുള്ളവരെ, കുറുപ്പമ്പടി പള്ളിയുടെ തെക്കോശത്ത് താമസിക്കുന്ന ജേക്കബ് ഏട്ടനും ഭാര്യ അന്നമ്മ ചേച്ചിയും 2 മക്കളും കുവൈറ്റിൽ നിന്ന് പോരുകയാണ്. ഇടയ്ക്ക് വെച്ച് കപ്പൽ തകർന്നു. തൻ്റെ ഭാര്യയും 2 മക്കളും കടലിലേക്ക് താഴുകയാണ്. എന്നാൽ 2 മക്കളെ ചേർത്ത് പിടിച്ച് രക്ഷിക്കാം, അപ്പോൾ ഭാര്യ നഷ്ടപ്പെടും. ഭാര്യയെ രക്ഷിക്കാം, അപ്പോൾ മക്കൾ നഷ്ടപ്പെടും. തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് തൻ്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ 2 മക്കള് കടലിലേക്ക് വീണ് താഴോട്ട് പോയി. മുമ്പിൽ വെച്ച് ഒരടക്കം കിട്ടിയില്ല. അപ്പൊ അടക്കം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. നമുക്കറിയാം, കൊറോണ എന്ന വൈറസ് ചീറിപ്പാഞ്ഞ് നടന്നപ്പോൾ അനേകരെ കൊറോണ കൊണ്ടുപോയി. നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചും ടി വിയിലും കണ്ടതല്ലേ, 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചു. ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ പെങ്ങന്മാരും അമ്മയും പറഞ്ഞു കൊണ്ടുവരണ്ട. ഒരടക്കം കിട്ടിയില്ല. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, വാഴയ്ക്ക് കാന കീറുന്നത് പോലെ കാന കീറിയിട്ട് JCBയിൽ ശവശരീരങ്ങൾ എടുത്തുകൊണ്ടുപോയി. പ്രിയമുള്ളൊരു കോടീശ്വരനായ മനുഷ്യരെയൊക്കെ അടക്കം ചെയ്യുന്നത്, ശതകോടീശ്വരന്മാരെ അടക്കം ചെയ്യുന്നത് കണ്ടില്ലേ? എങ്ങനെ JCB കൊണ്ട് തള്ളുകയാണ്. അപ്പോൾ അടക്കം കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. മരണശേഷം എവിടെ എത്തുന്നു എന്നുള്ളതാണ് വിഷയം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു 2 വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ദിനം പ്രതി പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച് സുഖിച്ച് നടക്കുന്ന ധനവാൻ മരിച്ചു. നല്ലൊരടക്കമായിരുന്നു. പക്ഷെ ചെന്നത് എവിടെയാ? യാതനാ സ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുകയാണ് മനുഷ്യൻ. എന്നാൽ അവന്റെ പടിപ്പുരയ്ക്കൽ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. അവന്റെ പേരാണ് ലാസർ. എന്തുകൊണ്ട് യേശു പേര് വലിച്ചു? ഒരു ഉപമയിലും യേശു ആരുടെയും പേര് വിളിക്കുന്നില്ല. അതിന്റെ കാരണം, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരുടെ പേര് മാത്രമേ യേശു വിളിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഹല്ലേലൂയ. അപ്പൊ ലാസർ കണ്ണു കുഴിഞ്ഞതാ, കവിളൊട്ടിയതാ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനാ. നായ്ക്കൾ വന്നക്കും. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. പ്രിയമുള്ളവരെ, ഈ ധനവാന്റെ പടിപ്പുരകൾ കിടന്ന മനുഷ്യനെ നോക്കിക്കേ. ഇടയ്ക്കിടയ്ക്ക് നായ്ക്കൾ വന്നവനെ നക്കും. അവന്റെ വയറ് തണ്ടലോട് ഒട്ടിക്കിടക്കുകയാണ്. കണ്ണ് കുഴിഞ്ഞിരിക്കുക, മുഷിഞ്ഞ വസ്ത്രമാണ്. അവനെ കണ്ടാൽ നമ്മളൊക്കെ പറയും ഏതോ ശാപം കിട്ടിയവനാ. പക്ഷേ അവൻ ദൈവത്തിന് വിലയേറിയവനാ. അവൻ ദൈവത്തിന് മാന്യനാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരെ കാണുമ്പോൾ മദർ തെരേസ പറയുമായിരുന്നു, പാവപ്പെട്ട കുഷ്ഠരോഗിയിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നു. നിങ്ങളുടെ പള്ളിയിൽ, നിങ്ങളുടെ വീട്ടിൽ 2 പേര് വരികയാണ്. ഒന്ന് വായിച്ചു നോക്കിയേ. എവിടെ കിടക്കുന്ന യാക്കോബിന്റെ പുസ്തകം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ പള്ളിയിൽ യാക്കോബ് 2:1. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ, 2 പേര് വരികയാണ് നിങ്ങളുടെ വീട്ടിലേക്ക്. ഒരു ദരിദ്രൻ, ഒരു സമ്പന്നൻ. ഈ 2 പേരെയും രണ്ടായിട്ട് കണ്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രമാണമൊന്നുമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിച്ചാൽ പാപം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ ദൈവത്തിന് വിലയേറിയവനാണ്. ഹല്ലേലൂയ. ആ വ്രണം നിറഞ്ഞ് നായ നക്കി കിടന്ന മനുഷ്യൻ മരിച്ചപ്പോൾ അവനെ എതിരേൽക്കാൻ വന്നത് ആരാ? ദൈവദൂതന്മാരാണ്. ഹല്ലേലൂയ. എന്നെ എതിരേൽപ്പാനായി
ദൈവദൂതർ വരുന്നു വേണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. തനിയല്ല പോയത്, ദൈവദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. എന്നാൽ ദിനം പ്രതി സുഖിച്ച് സുഖലോലുപനായി ആഡംബരപ്രിയനായി ജീവിച്ച മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു. ചെന്നത് യാതനാ സ്ഥലത്താണ്. മേലോട്ട് നോക്കി. അവിടെയാണ് സഭയുടെ വിശാലമായ കാഴ്ചപ്പാട്. മരിച്ചടക്കപ്പെട്ട ശേഷം മേലോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ കണ്ണുണ്ട്. മരിച്ചടക്കപ്പെട്ട ശേഷം അബ്രഹാം പിതാവേ എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ നാവുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞത് യാതനാ സ്ഥലത്തിലൂടെ ഈ മനുഷ്യൻ കേൾക്കുന്നു. മരിച്ചടക്കപ്പെട്ട ശേഷം ചെവി കേൾക്കാം, മരിച്ചടക്കപ്പെട്ട ശേഷം വിചാരപ്പെടാം, മരിച്ചടക്കപ്പെട്ട ശേഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിമല കൊച്ചു തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൽദോ ബാവ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ക്രിസ്ത്യാനിക്ക് മരണമില്ല, ക്രിസ്ത്യാനിക്ക് ജനനേ ഉള്ളൂ. ഒന്നാമത്തെ ജനനം അമ്മയുടെ ഉദരത്തിൽ 9 മാസം, 9 ദിവസം 9 നാഴിക 9 വിനാഴിക. അഗർഭലോകത്ത് അമ്മയുടെ ഉദരത്തിൽ യഹോവ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി യഹോവ എന്നെ സൃഷ്ടിച്ചു. ഇപ്പൊ സൃഷ്ടിപ്പ് നടന്നത് അമ്മയുടെ ഉദരത്തിലാണ്. 9 മാസം കഴിയുമ്പോൾ ഈ ഭൗമലോകത്തേക്ക് ജനിച്ചു വീഴുകയാണ്. അത് രണ്ടാമത്തെ ജനനമാണ്. മൂന്നാമത്തെ ജനനം മാമോദീസാത്തൊട്ടിൽ വെച്ച് വലത് കൈയിൽ പിടിച്ച് മദ്ബഹായിലേക്ക് തിരിഞ്ഞ് മിശിഹായെ സ്വീകരിച്ചപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ജനനം മാമോദീസാത്തൊട്ടിൽ വെച്ച് നടന്നു. നാലാമത്തെ ജനനം എന്ന് പറഞ്ഞാൽ, മരണം എന്ന് പറഞ്ഞാൽ ആത്മലോകത്തേക്കുള്ള ജനനമാണ്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 26,000 ദിവസം, അല്ലെങ്കിൽ 29,000 ദിവസം, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ 36,000 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, എൻ്റെ ദേശം ഇവിടെയല്ല, ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരെയാണേ എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ എൻ്റെ വല്യാപ്പൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. ഞങ്ങളുടെ വീട് ഈ ചാണകം മെഴിയ മുറിയും വയ്ക്കോലുമേഞ്ഞ പെരയുമായിരുന്നു. കിടന്നുറങ്ങിയിട്ട് പലപ്പോഴും എഴുന്നേറ്റിട്ടുണ്ട്, നേരം വിളിപ്പിച്ചിട്ടുണ്ട്. ഉറക്കം വരാത്തതുകൊണ്ടല്ല, ചോരുന്ന വീടായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് ഞങ്ങളുടെ വല്യാപ്പൻ പ്രത്യാശയോടെ പാടി പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. പിതാക്കന്മാർക്കൊക്കെ എന്ത് പ്രത്യാശയായിരുന്നു. അവർ ഈ ഭൂമിയിലൊന്നും അങ്ങനെ പ്രത്യാശ വെച്ചിട്ടുള്ളവരായിരുന്നില്ല. അവർ പാടിയത് ഇങ്ങനെയാണ്: ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്. ഏത് വീട്? വിധി സ്വച്ഛ സ്ഫടിക തുല്യ തങ്ക നിർമ്മിതമായൊരു കൊട്ടാരം നമ്മുടെ യേശു ഒരുക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ യേശു കൊട്ടാരം പണിയാൻ പോയിരിക്കുക. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഞാൻ നിങ്ങൾക്ക് കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഇരുത്തേണ്ടതിന് പിന്നെയും വരും. നമ്മുടെ യേശു വരും. നമ്മുടെ യേശു രണ്ടാമത് വരും. അവൻ വരുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും വസിക്കും. നമ്മുടെ പിതാക്കന്മാരൊക്കെ മരിക്കാൻ വേണ്ടി ഓടിയത്. ലോകം താത സഹോദരർ
ജാതിയതും തറവാടും ആകെയുപേക്ഷി യേശുവിനായി മരണം സ്നേഹിച്ച യേശുവിന് വേണ്ടി മരണത്തെ സ്നേഹിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ. അവർ ഓടിയതൊക്കെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്ന് ആ ചവളം കുന്തത്താൽ കുത്തേറ്റ് യേശുവിന്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം വെള്ളമോടൊഴുകും മശിഹായേ സഹദേന്മാർ കണ്ടങ്ങോടി മരിപ്പാൻ. പിതാക്കന്മാരൊക്കെ ഓടിയത് മരിക്കാനാ. 2 കപ്പൽ സ്വന്തമായിട്ടിരുന്ന സെന്റ് പോൾ, 14 ലേഖനം എഴുതിയ സെന്റ് പോൾ, കോടിക്കണക്കിന് ഡോളറിന് ആസ്തിയുള്ള സെന്റ് പോൾ, അദ്ദേഹം പറയാണ് മരിക്കുന്നത് ലാഭമാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. എന്തുകൊണ്ടാണ്? 3-ാം സ്വർഗത്തോളം സെന്റ് പോൾ എടുക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കാണുന്നതൊക്കെ അദ്ദേഹം പറയാ ചപ്പും ചവറുമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിൽ പ്രത്യാശിക്കാനൊന്നുമില്ല പ്രിയമുള്ളവരെ. ഇവിടെ നമുക്ക് വീടുമില്ല, ആരുമില്ല, ഒന്നുമില്ല. വിട്ടകലും നാം ഒരു നാളിൽ ഉണ്ടെന്ന് തോന്നുന്ന സകലത്തെയും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. പിതാക്കന്മാർക്ക് മനസ്സിലായി അവിടെ ഒരുക്കിയിട്ടുള്ളത് എന്താണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കും, കർത്താവേ ഈ വാങ്ങിപ്പോയ ദാസന് മനോഹരമായൊരു വാസസ്ഥലം ഒരുക്കണേ. അപ്പൊ മരിച്ച ശേഷം നമുക്ക് വാസസ്ഥലമുണ്ട്. പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കും മനോഹരമായൊരു മണവറ ഒരുക്കണമേ. മരണശേഷം നമുക്ക് മണവറയുണ്ട്. മണവാളൻ ആരാ? യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ. മരണശേഷം നമുക്ക് വാസസ്ഥലമുണ്ട്. മരണശേഷം നമുക്ക് മണവറയുണ്ട്. പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കും മനോഹരമായ വിരുന്നൊരുക്കണമേ. ഹല്ലേലൂയ. അവിടെ കർത്താവ് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളതെല്ലാം മായയാണ്, മായ. മൺമയമാം ഈ ഉലകിൽ വന്മഹിമാധന സുഖങ്ങൾ ഇതെല്ലാം മായയാണ്. എന്നാൽ ദൈവമക്കൾ നമുക്ക് സ്വർഗം കേവലമേ പാരിടമോ വെറും പരദേശം. ഈ ധനവാനായ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ട് യാതനാസ്ഥലത്തിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ സ്വർഗത്തിലിരിക്കുന്നു. അതാരാണ്? അബ്രഹാം. അബ്രഹാമിന്റെ വീട്ടിൽ ദിവസം 2000 പേർക്ക് ഭക്ഷണം വിളമ്പും. അബ്രഹാമിന് 318 സെക്യൂരിറ്റിക്കാരുണ്ട്. ഈ വചനം കേൾക്കുന്നവരുടെ വീട്ടിൽ എത്ര സെക്യൂരിറ്റി ഉണ്ട്? അത്രമാത്രം വലിയ സമ്പന്നനായ അബ്രഹാം സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോകാൻ ധനം ഒരു തടസ്സമല്ല. പക്ഷെ ഒരു ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് യാതന അനുഭവിച്ച്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് ദാഹിക്കുകയാണ്, എനിക്കിറ്റ് വെള്ളം താ. പ്രിയമുള്ളവരെ, ഒരു ധനവാൻ നരകത്തിലും ഒരു ധനവാൻ സ്വർഗത്തിലിരിക്കുന്നു. ഈ 2 ധനവാന്മാർ തമ്മിൽ വ്യത്യാസമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാം എന്ന ധനവാൻ സ്വർഗത്തിൽ പോകാൻ അബ്രഹാമിൽ കണ്ട 15 ഗുണങ്ങളുണ്ട്. ഹല്ലേലൂയ. 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. 2 കരമൊന്ന് ഉയർത്താമോ? ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. കരമുയർത്തി സ്തുതിക്കുന്നവനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിഹിയോനിൽ നിന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കുന്നവന്റെ ആത്മാവ്
കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടി പ്രാപിക്കും. കരമുയർത്തി സ്തുതിക്കുന്നവന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കും. കരമുയർത്തി സ്തുതിക്കുന്നവന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കും. അവർക്ക് കൂടോത്രത്തെ പേടിക്കണ്ട, കൈവശത്തെ പേടിക്കണ്ട, ഒന്നാം തീയതിയെ പേടിക്കണ്ട, ശവനം വന്നാൽ പേടിക്കണ്ട, സ്ഥാനക്കാരനെ വീട്ടിൽ കയറ്റണ്ട. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കില്ല. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നുകൂടെ കരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. അബ്രഹാം എന്ന ധനവാൻ സ്വർഗത്തിൽ പോകാൻ അബ്രഹാമിൽ കണ്ട ഒന്നാമത്തെ ഗുണം, അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ദൈവത്തിന് നമ്മുടെ പൊന്നും വെള്ളിയൊന്നും വേണ്ട പ്രിയമുള്ളവർ. നമുക്ക് നമ്മുടെ സമ്പത്തൊന്നും ദൈവത്തിന് വേണ്ട. ഇതൊക്കെ സൃഷ്ടിച്ചത് ദൈവമാ. ഹല്ലേലൂയ. ദൈവം ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നു. പുറപ്പാട് 9:1 എടുക്കണ്ട. പുറപ്പാട് 9:1, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഹല്ലേലൂയ. അപ്പൊ ആരാധിക്കാൻ കഴിയാത്തവൻ അടിമത്തത്തിൽ കിടക്കുകയാ. ആരൊക്കെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. സെന്റ് ജോൺസ് മിഷന്റെ ധ്യാന കേന്ദ്രം കോതമംഗലത്ത് വലിയ പള്ളിയോട് ചേർന്ന് അവിടെ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ച, ആരാധന നടക്കുമ്പോൾ കിടപ്പ് രോഗികളൊക്കെ എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നത്. ഹല്ലേലൂയ. വത്സ എന്ന് പറയുന്ന ആ സഹോദരി എടുത്തുകൊണ്ടുകൊണ്ട് കിടത്തിയത് എടുത്തുകൊണ്ടുപോയി. കിടന്ന് ധ്യാനം കൂടാൻ വന്നതാ. എന്നോട് പറഞ്ഞു ഞങ്ങൾ കിടന്ന ധ്യാനം. പക്ഷെ ആരാധനയുടെ മധ്യത്തിൽ വത്സ എഴുന്നേറ്റു. ഹല്ലേലൂയ. സെന്റ് ജോൺസ് മിഷന്റെ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ കണ്ടിട്ടുണ്ട്. ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം. 720 മണിക്കൂർ ദൈവം നമുക്ക് ധാരമായി തരുമ്പോൾ 72 മണിക്കൂർ ദൈവത്തെ ആരാധിക്കാൻ. പ്രാർത്ഥന ഒരു ആരാധനയാണ്. യേശുവിന് പാട്ടുപാടുന്ന ഒരു ആരാധനയാണ്. ബൈബിൾ വായിക്കുന്നത് ഒരു ആരാധനയാണ്. ഹല്ലേലൂയ. പള്ളിയിൽ പോകുന്നത് ആരാധിക്കാനാണ്. കൂട്ടായ്മ ഒരു ആരാധനയാണ്. ഹല്ലേലൂയ. കൈ ഉയർത്തി സ്തുതിക്കുന്ന ഒരു ആരാധനയാണ്. സ്തോത്രം ഒരു ആരാധനയാണ്. 720 മണിക്കൂർ ദൈവം നമുക്ക് ദാനമായി തരുന്ന പ്രിയമുള്ളവരെ, 72 മണിക്കൂർ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അബ്രഹാം സ്വർഗത്തിൽ പോകാൻ കാരണം അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. വേറെ ഒന്നിനും കയറി ആരാധിക്കരുത്. സത്യദൈവത്തെ, സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ചുറ്റും ഒത്തിരി ദൈവങ്ങളുണ്ട്. അവിടെയൊന്നും പോകരുത്, കാല് കുത്തരുത്. പ്രിയമുള്ളവരെ, ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോയാൽ ദൈവത്തിൻ്റെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. നമ്മൾ മാത്രമല്ല, 4 തലമുറ ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് അന്യദൈവ ആരാധന. ശത്രുക്ക് മേശക ഭേദനോക നോക്കിക്കേ, തീച്ചൂള 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ തീച്ചൂളയിലേക്ക് നിന്നെ തള്ളിയിടും നിങ്ങളെ. ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തെ ഉപേക്ഷിച്ച് ഈ ബിംബത്തെ ആരാധിച്ചാൽ മതി. ശത്രുക്ക് മേശക ഭേദന പറഞ്ഞു, ഈ തീച്ചൂളയിൽ നിന്ന് ദൈവം രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഹല്ലേലൂയ, ഈ എൻ്റെ ദൈവത്തെ വിട്ട് വേറൊരു ആരാധനയ്ക്ക് പോകില്ല. ക്രിസ്ത്യാനിയെ, ഏക ദൈവത്തിൽ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്നവൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ അടുക്കൽ പോകരുത്. ജാതികളുടെ ആലോചന കേൾക്കരുത്. ദൈവത്തിന്റെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. പ്രിയമുള്ളവരെ, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മടങ്ങിവാ, സത്യദൈവത്തിലേക്ക് മടങ്ങിവാ. യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. യേശുവാണ് ഏകരക്ഷകൻ. സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. മറ്റൊരുത്തനിലും ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകിയ ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാണ്.
യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുക. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അപ്പോൾ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ വെറുതി വരും. കോതമംഗലം ആശുപത്രിയിലെ പട്ടിണി കിടക്കുന്നവരെ കണ്ടിട്ട് ഇറങ്ങിയതാണ് ഞാൻ. കോതമംഗലം, വാരപ്പെട്ടി, പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ഭക്ഷണവുമായി ചെല്ലുമ്പോൾ കൈ നീട്ടി നിൽക്കുന്നവർ, പ്രിയമുള്ളവർ, എത്രയോ പേര് ഈ ലോകത്ത് പട്ടിണിയോടെ കടന്നുറങ്ങാൻ പോകും. നിങ്ങൾക്കറിയാമോ? ദൈവത്തിന്റെ മക്കൾ പങ്കുവെക്കണം. ഹല്ലേലൂയ. ആരൊക്കെ റോട്ട പോയാൽ ഈ മനുഷ്യർ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലേ വീണിട്ട് വീട്ടിൽ വന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ആയിരിക്കണം ദൈവത്തിന്റെ മക്കൾ. വിശപ്പുള്ളവന് അപ്പം കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവൻ ഉയർപ്പിന്റെ നാളിൽ കൊയ്യും. മിശിഹ വന്ന് എല്ലാവന്റെയും പ്രവൃത്തി പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ, ദരിദ്രന്മാർക്കും യാചകർക്കും കൊടുക്കാതെ ഭൂമിയിൽ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചവർക്ക് കഷ്ടം. തങ്ങളുടെ മേശയിൽ നിന്ന് പട്ടിണിക്കാരെ തൃപ്തിപ്പെടുത്തിയവർ ഭാഗ്യവാന്മാർ. അവർ സ്വർഗരാജ്യത്തിൽ ആനന്ദിക്കും. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, വന്ന് കണ്ടു. ഞാൻ തടവിലായിരുന്നു. ഞങ്ങളൊക്കെ തടവിലൊക്കെ ഒത്തിരി ജയിലുകളൊക്കെ സന്ദർശിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ജയിലിലൊക്കെ പോയി സുവിശേഷം പറയുമ്പോൾ പെട്ടെന്ന് അനേകരും മാനസാന്തരപ്പെടുന്നത് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അനേക ജയിലുകളിൽ ഞാൻ പോയിട്ടുണ്ട് സുവിശേഷം പറയാൻ. പോലീസുകാർ നമുക്ക് സപ്പോർട്ടാണ്. കാരണം ഈ പ്രസംഗം കഴിയുമ്പോഴത്തേക്കും അവരിൽ ഒത്തിരി രൂപാന്തരങ്ങൾ കണ്ടിട്ടുണ്ട്. കണ്ണുനീരൊഴുക്കുന്ന ജയിൽ പുള്ളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ഹല്ലേലൂയ. എപ്പോഴാണ് കർത്താവേ? അന്ന് ആ ചെറിയ ഒരുത്തിന് ചെയ്തതൊക്കെ നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഹല്ലേലൂയ. പാവപ്പെട്ടവന് വേണ്ടി സഹായം ചെയ്യുമ്പോൾ അതെല്ലാം യേശുക്രിസ്തുവിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടു കരം ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഒരു കൊച്ചു ജീവിതം നമുക്കുള്ളൂ, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ചുറ്റുപാടും ആരും മുട്ടുള്ളവരായിരിക്കാൻ പാടില്ല. ഒന്ന് വായിച്ചാൽ നമുക്ക് എവിടെ കിടക്കണേ? അപ്പോസ്തലപ്രവൃത്തി 4:32. ഉറക്കെ വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 4:32. നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ അയൽവക്കത്ത് ഒരാൾ പോലും മുട്ടുള്ളവരായിരിക്കാൻ പാടില്ല. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഇവിടെ നമുക്കൊന്നും സ്വന്തമില്ലാന്നേ. നിങ്ങൾക്ക് ഒന്നും കൂടെ നോക്കാമോ? അതുകൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഗീതമുണ്ട്, നമുക്കിവിടെ ഒന്നും സ്വന്തമില്ലെന്ന്. ഇപ്പൊ വായിച്ചു കേട്ടില്ലേ? അതുകൊണ്ടാണ് മരണ സമയത്തിൽ ഒരു ഗീതം ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാർ എഴുതിയൊരു ഗീതമുണ്ടല്ലോ, വേർപാടിൻ വേളയിൽ ആത്മം മെയ്യോടുര ചെയ്യും, എന്തുപകാരം എനിക്കേകി ധനസമ്പാദ്യങ്ങൾ. നിങ്ങനെ ആഡംബരപ്രിയനായി സുഖലോലുപനായി ഒക്കെ ജീവിച്ചല്ലോ. ബാങ്കിന്റെ ലോക്കറിൽ സ്വർണ്ണക്കട്ടികളും നോട്ടുകെട്ടുകളും അടുക്കി വെച്ചല്ലോ. ആത്മാവ് ശരീരത്തോട് ചോദിക്കുക, എന്തുപകാരം എനിക്കേകി ഈ ധനസമ്പാദ്യങ്ങൾ. സുഹൃതം ചെയ്തിരുന്നെങ്കിൽ, നന്മ ചെയ്തിരുന്നെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ആത്മാവിന് വല്ല പ്രയോജനം ഉണ്ടായേനെന്ന് പിതാക്കന്മാർ എഴുതി വെച്ചതൊക്കെ. എന്നിട്ട് പിതാക്കന്മാർ ഇങ്ങനെ പാടുകയാ, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി. ഇവിടെ നമുക്ക് ഉടമസ്ഥാവകാശമൊന്നും ഇല്ലെന്നേ. എൻ്റെ മോതിരം ഞാൻ ഇവിടെ ഉപേക്ഷിക്കും, എൻ്റെ വാച്ച്, മാല, എൻ്റെ വണ്ടിയും എൻ്റെ വീടും എല്ലാം ഞാൻ ഉപേക്ഷിക്കും. എല്ലാം നമ്മളൊരു ദിവസം ഉപേക്ഷിക്കും. അതുകൊണ്ട് പാട്ടുകാരൻ അന്ന് ആ ഗീതം ഇങ്ങനെ പിതാക്കന്മാർ എഴുതിയത്, വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി, ഭീകരസിംഹാസന സവിതേ പോകും ഏനെന്റെ ചെയ്തികൾ അറിയിപ്പ. ഇവിടെ എന്നാ വായിച്ചത്? വായിച്ച മോളെ അടുത്ത വാക്യം വായിച്ചേ. വിശ്വസിച്ച സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു.
എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ലോകം മുഴുവൻ സുവിശേഷമെത്തി. നോക്കിക്കേ, നിസാരന്മാരെ കൊണ്ട് ലോകം മുഴുവൻ സുവിശേഷമെത്തി. എന്നാ കാരണം? വലിയ കൃപ വന്നു. അവര് സ്വന്തമെന്നൊന്നും ഈ സമ്പത്തിനെ എണ്ണിയില്ല. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ യേശു മാത്രം സമ്പത്താകുന്നു. വായിച്ചമോളെ അടുത്ത വാക്യം. ഈ ലോകം മുഴുവൻ സുവിശേഷമെത്താൻ കാരണം എന്താ? വായിച്ചേ. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇടയിൽ ഒരാൾ പോലും. ഇന്നലെ നമ്മള് 100 കണക്കിന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ബാഗും ബുക്കും കുടയും പേനയും പെൻസിലൊക്കെ വാങ്ങി വന്നു. ആദിവാസി കുടികളിൽ നിന്ന് ഒത്തിരി പേര് വന്നു. ഞാനിവിടെ നിന്ന് വിളമ്പി കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിങ്ങനെ, കുഞ്ഞുങ്ങളുടെയൊക്കെ കണ്ണുകളിങ്ങനെ നിറയുന്നു, സന്തോഷത്തോടെ തെളിയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പല ആദിവാസി കോളനിയിലൊക്കെ ഞാൻ ഈ ബുക്കും ബാഗും കുടയൊക്കെ ചുമന്നുകൊണ്ട് പോയി കൊടുക്കാറുണ്ട്. 2-3 കൊല്ലം എത്തിയ ബാഗ് തുന്നിക്കൂട്ടി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നരച്ച കുട തുന്നിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇന്നലെ 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് നമ്മളിവിടെ കൊടുത്തപ്പോൾ അത് ഹിന്ദുവാണോ മുസൽമാനാണോ ഞങ്ങൾ ചോദിച്ചില്ല. എല്ലാവർക്കും കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചു. ഹല്ലേലൂയ. അതൊരു പങ്കുവെക്കലാണ് പ്രിയമുള്ളവർ. ഈ കൊടുക്കുന്നതൊക്കെ യേശുവിനാണ് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ കൂട്ടിവെച്ചിരിക്കുന്നു, ഞാൻ ആശ്വസിക്കും, ഞാൻ തിന്നും, ഞാൻ കുട്ടിക്കും. ദൈവം ചോദിച്ചു, മൂഢ. കൂട്ടിവെക്കുന്നവനെ ദൈവം വിളിച്ചത് മൂഢ. ഈ രാത്രി നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാ? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച മോളെ. മുട്ടുള്ളവരാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. വിഭാഗിച്ചു കൊടുക്കാൻ ഒരു മനസ്സ്. 103 ഭവനങ്ങൾ പണിതു കൊടുക്കുവാൻ ദൈവം ഇതുവരെ സാധിപ്പിച്ചു. സെന്റ് ജോൺസ് മിഷന് ഇവിടെ ലഭിക്കുന്നതായ സ്തോത്ര കാഴ്ച ഒരു പൈസ പോലും അനാവശ്യമായി ചെലവഴിക്കാതെ സിസ്റ്റർ സൂസന്ന കൃത്യമായി കണക്ക് റിപ്പോർട്ടും സഭയെ അറിയിച്ച്, പ്രിയമുള്ളവരെ, അനേക പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, ഹല്ലേലൂയ, അനേകം പേർക്ക് ദിനം പ്രതി ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നു. അനേക രോഗികൾ, ഡയാലിസിസ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇവിടുന്ന് സഹായം ചെയ്യുന്നു പറയാനല്ല, നിങ്ങൾ നിങ്ങളുടെ ദേശത്തേക്ക് ഒന്ന് തലപൊക്കി നോക്കിയാൽ മതി. മുട്ടുള്ളവരെ കാണുമ്പോൾ, ഹല്ലേലൂയ, ഒറ്റ അനാഥിൽ നീ നിന്റെ മുഖം തിരിക്കരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കില്ല. അനാഥന് നീ പിതാവാകണം, അപ്പോൾ ദൈവത്തിന് നമുക്ക് മക്കളായി മാറാൻ പറ്റും. ഹല്ലേലൂയ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗത്തിൽ പോകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ. എന്താ ദൈവത്തിന് ഇഷ്ടം? നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും നീ മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. തട്ടേക്കാട് പള്ളിയുടെ മുറ്റത്ത് നിന്നപ്പോ മൂലംകുഴി അച്ഛൻ പറഞ്ഞു, ഈ ചേച്ചിയുടെ വീട് വരെ പോകാം. ഒരു ചേച്ചി ഇങ്ങനെ കണ്ണീർ വടിച്ച് അടിക്കുക. അവിടെ ചെന്നപ്പോ വക്യോല് കൊണ്ട് പേഞ്ഞ ഒരു പെര, ചാണകം വഴിയ മുറി. ആ ചേച്ചി പറഞ്ഞു, ബ്രദറെ, മോനെ 6 പെൺമക്കളാണ്, 3 എണ്ണത്തെ കെട്ടിച്ചു, ഇനി കെട്ടിക്കാൻ പൈസയില്ല, ഒറ്റ പൈസയില്ല. 3 എണ്ണം, 33 വയസ്സ്, 30 വയസ്സ്, 28 വയസ്സ്. ഞാൻ ആ ചാണകം വഴിയ മുറിയിൽ ഈ പ്രസ്ഥാനത്തിലെ ട്രഷറർ ഐക്യരക്കുടി മണി ഞങ്ങൾ മുട്ടുകുത്തി, കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൈ നീട്ടി. ഞങ്ങൾക്കൊരു മടിയില്ല, ഇടയ്ക്കൊക്കെ ഞങ്ങൾ കൈ നീട്ടും, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. 77 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഈ സ്കൂളിലേക്ക് അയക്കണം. ഞങ്ങൾക്കറിയാം, 77 കുഞ്ഞുങ്ങൾ, 44 പെൺപിള്ളേരും 33 ആൺപിള്ളേരും ഉണ്ട്. ഒരു കൊച്ചിനെ സ്കൂളിലേക്ക് അയക്കണമെങ്കിൽ കൈ നീട്ടാതെ കർത്താവ് തന്നിട്ടുണ്ട്, ഇതുവരെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിറങ്ങുമ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ പഠിച്ച് മിടുക്കന്മാരും എഞ്ചിനീയറായി, നേഴ്സായി വിദേശത്ത് പോയി, വിവാഹം കഴിഞ്ഞു. എത്രയോ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. എളിയവന്റെ നിലവിളിക്ക് നീ ചെവിപൊത്തിയാൽ നിന്റെ നിലവിളിക്ക് യഹോവ ചെവിപൊത്തും. എളിയവന് കൊടുക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ.
കരമൊന്ന് ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മുട്ടുള്ളവരെ കാണുമ്പോൾ അവനോട് മനസ്സലിയണം. യേശുക്രിസ്തു വിശക്കുന്നവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞെങ്കിൽ രോഗികളെ കണ്ടിട്ട് യേശു കരഞ്ഞില്ലേ? യേശുവിന്റെ മക്കളല്ലേ നമ്മൾ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. തമ്മിൽ ഭാരങ്ങളെ ചുമക്ക്. സ്വന്തം ഗുണം നോക്കിയാൽ പോരാ, മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. 33 വയസ്സിൽ ചെങ്കിലെ ചോര ഊറ്റി തന്നിട്ട് യേശു പറഞ്ഞു ഇതെന്റെ രക്തമാണ് നിനക്കുള്ളതാ. യേശു പറഞ്ഞു ഇതെന്റെ ശരീരമാണ് നിനക്കുള്ളതാ. ഹല്ലേലൂയ. അബ്രഹാം പങ്കുവെക്കുന്നവനായിരുന്നു. അബ്രഹാം സ്വർഗത്തിൽ പോയി. സമയം തീർന്നു. അബ്രഹാമിന്റെ ഒരു ഗുണം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ച് എവിടെ കിടക്കണേ? ഉൽപ്പത്തി പുസ്തകം. അബ്രഹാമിന്റെ ഒരു ഗുണം, ഉൽപ്പത്തി പുസ്തകം 14:20. അബ്രഹാമിന്റെ മറ്റൊരു ഗുണം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അബ്രഹാമിന്റെ മറ്റൊരു ഗുണമാണ് അബ്രഹാം ദശാംശം കൊടുക്കുന്നവനായിരുന്നു. അബ്രഹാമിനെ ദൈവം കൂടെ അനുഗ്രഹിച്ചു. 3-2 പേര് വിളിക്കുന്നത് അബ്രഹാമിന്റെ ദൈവമേ എന്ന. 500 കോടി ജനങ്ങൾ ഇന്ന് ലോകത്ത് വിളിക്കുന്നത് അബ്രഹാമിന്റെ ദൈവമേ എന്നാണ്. അബ്രഹാം കൃത്യമായി ദശാംശം കൊടുത്തു. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് 100 മേനി നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹം പ്രാപിക്കും. ഹല്ലേലൂയ. അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ അബ്രഹാമിന്റെ സന്തതികൾ 100 മേനി കൊയ്തെടുത്തു. അബ്രഹാം എന്ന വല്യപ്പനെ കണ്ടിട്ട് കൊച്ചുമോൻ പറഞ്ഞൊരു വാക്കുണ്ട്. വായിച്ച് 28-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ച്. അബ്രഹാമിന്റെ കൊച്ചുമോൻ പറയാണ്. അപ്പൊ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ തലമുറ പഠിക്കുന്നത്. 28-22. യഹോവ എനിക്ക് ദൈവമായിരിക്കും. യഹോവ നമുക്ക് ദൈവമായിരിക്കണം. പിന്നെ ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞു. കണ്ട പഠിച്ചേ? വെല്യാപ്പനെ കണ്ടിട്ട് കൊച്ചുമോൻ പറയാണ്, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. അപ്പോ എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. എല്ലാം ദൈവം തന്നതാണ് പറയുന്നത്. ഒന്നും നേടിയതല്ല. ഒരു ഷർട്ടൊന്നും മാറാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. വയറുനിറച്ചൊരു ആഹാരം കഴിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. സ്കൂളിൽ എല്ലാവരും കൊണ്ടുപോയി മാറി നിന്നിട്ടുണ്ട്. ചെരുപ്പിടാനില്ലാതെ ടാറിന് ചൂട് പിടിക്കുമ്പോൾ പുല്ലേ ചവിട്ടി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് മാറി ഷർട്ടിട്ടുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ കരയാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാനമാണ് പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്കുള്ളതല്ല. യാക്കോബ് പറയാണ്, നീ എനിക്ക് എന്ത് തന്നാലും ഞാൻ അതിൻ്റെ 10-1 നിനക്ക് തരും. ഹല്ലേലൂയ. തീർച്ചയായും തരും. ഈ പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്തൊരു വാക്കുണ്ട്, ദൈവത്തിന് 10-1 കൊടുത്താൽ ദൈവത്തിന് തീർച്ചയായും ഞാൻ 10-1 കൊടുക്കും. അപ്പൊ ഈ പുസ്തകത്തിലൊരു വാക്കുണ്ട്, മതിയെന്ന് പറയുവോളം ദൈവം തരും. ഹല്ലേലൂയ. ആയിസ യാക്കോബിനെ നിരാശനാക്കിയില്ല. യാക്കോബിനെ ദൈവം കൂടെ അനുഗ്രഹിച്ചു. യാക്കോബിനെ ഒരു പ്രസ്ഥാനമാക്കി, ഒരു രാജ്യമാക്കി, ഇസ്രായേലാക്കി ദൈവം ഉയർത്തി. യാക്കോബിന്റെ മകൻ വിദേശ രാജ്യത്ത് പ്രധാനമന്ത്രിയായി മാറി. അബ്രഹാമിൽ കണ്ട 15 ഗുണം. ഒന്ന്, അബ്രഹാം സത്യവിശ്വാസിയായിരുന്നു. അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അബ്രഹാം അതിസൽക്കാര പ്രിയനായിരുന്നു. അബ്രഹാം വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നവനായിരുന്നു. അബ്രഹാം സഹോദര സ്നേഹമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. സഹോദര സ്നേഹമുള്ളവനായിരിക്കണം. സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അബ്രഹാമിന്റെ വീട്ടിലെ വീതം വെപ്പൊന്ന് കണ്ടു പഠിക്കണം. അബ്രഹാമിന്റെ ഒരു വലിയ ഗുണമാണത്. അബ്രഹാമിന്റെ കൂടെ വന്ന സഹോദരപുത്രനായ ലോത്ത്, സമ്പത്ത് മുഴുവൻ അബ്രഹാമിൻ്റെയാ. പക്ഷേ ഈ വീതം വെപ്പൊന്ന് കണ്ടു പഠിച്ച്, ഞാൻ കേട്ടിട്ടുണ്ട്, സിനിമാ തിയേറ്റർ എനിക്ക് തരാമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ നോക്കാം, ഞാൻ ഈ ചെവി കൊണ്ട് കേട്ടതാ. ബാർ എനിക്ക് എഴുതരാണെങ്കിൽ ഞാൻ അപ്പനെ നോക്കാം. ടൗണിലെ 7 സെന്റും പെരയും എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അമ്മയെ നോക്കാം.
ഒരു സെന്റും കിട്ടിയില്ലേലും ഹല്ലേലൂയ അപ്പനെ അമ്മയും ചോദിച്ച് മേടിച്ചോളണം. ഹല്ലേലൂയ. ഈ അബ്രഹാമിന്റെ വീട്ടിലെ വീതം വെപ്പ് ക്രിസ്ത്യാനി കണ്ടുപഠിക്കണം. അബ്രഹാം പറഞ്ഞു, മോനെ ലോത്തേ, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോടാ. ഹല്ലേലൂയ. അർഹതയില്ലാത്തതൊക്കെ സമ്പാദിച്ചു കൂട്ടിയ ലോത്ത്, നമുക്കറിയാം, തീയും ഗന്ധകവും ഇറങ്ങി നശിച്ചുപോയി. അപ്പനെ വേദനിപ്പിച്ച ഒരു വീതം വെപ്പ് വേണ്ടാട്ടോ. എൻ്റെ വീട്ടിൽ വീതം വെച്ചപ്പോൾ ഞാൻ പോയില്ല. പപ്പയ്ക്ക് ഇഷ്ടമുള്ളടത്ത് തന്നേരും. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ. വീതം വെക്കുമ്പോൾ അപ്പനെ വേദനിപ്പിച്ചും അമ്മയെ വേദനിപ്പിച്ചും ഒന്നും നമുക്ക് വേണ്ട. എൻ്റെ ദൈവത്താൻ നിശ്ചയമാനുഗ്രഹം ദൈവം തന്നോട്ട്, ദൈവം തരും. ഏറ്റവും നല്ല നോക്കിയെടുത്ത ലോത്തിന് എന്ത് സംഭവിച്ചു? ഭാര്യ ഉപ്പുതൂണായി. പ്രിയമുള്ളവരെ, ഉള്ളായിരുന്നു മുഴുവൻ തീയും ഗന്ധകവും ഇറങ്ങി നശിച്ചുപോയി. അർഹതയില്ലാത്ത സ്വത്ത് വേണ്ടാട്ടോ. തീക്കനലിൽ വീണ് നശിച്ചു പോകുന്ന ദ്രവ്യത്തിൽ ആശ്രയിച്ച് അതിപലിശ വാങ്ങിയവർക്ക് കഷ്ടം. വേണ്ട, പലിശ വേണ്ട, അതിര് മാറ്റിയത് വേണ്ട, ചീട്ട് കളിച്ചത് വേണ്ട, കള്ളു വിറ്റത് വേണ്ട. തന്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കും, തലവണക്കാം, കണ്ണടയ്ക്കാം. കഴിഞ്ഞ മണിക്കൂറിൽ കേട്ട വചനം, ഹല്ലേലൂയ, അബ്രഹാമിൽ കണ്ട അനേക ഗുണങ്ങളിൽ ചിലത് കളഞ്ഞു. പട്ടും ധൂമ്രവസ്ത്രം ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കിടക്കുന്ന ധനവാൻ മരിച്ചപ്പോൾ യാതന സ്ഥലത്തേക്ക് പോയി. സഹോദര, ഇന്ന് നീ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? ഒന്ന് മടങ്ങി വാ, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ, യേശു നിന്നെ വിളിക്കുന്നു. തൊട്ടടുത്ത് കിടന്നത് ആ പാവപ്പെട്ടവനെ കണ്ടില്ല. അവൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ല. അവൻ്റെ വീട്ടിൽ നിന്ന് താഴെ വീഴുന്ന അപ്പനുറുക്കുകൾ വേസ്റ്റ് കൊട്ടയിൽ ചെന്ന് പറക്കിയെടുക്കുകയവൻ. ആ മകനെ ഒന്ന്, നിന്റെ വീട്ടിലേക്ക് വരുന്ന പാവപ്പെട്ടവനെ മനുഷ്യനായിട്ട് കാണണം, അവനിൽ യേശുവിനെ കാണണം. ഇന്ന് യേശു നിന്നെ വിളിക്കുന്നു. അബ്രഹാം എന്ന ധനവാൻ സ്വർഗത്തിൽ പോയി. അബ്രഹാമിൽ കണ്ട അനേക ഗുണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇന്ന് യേശു നിന്നെ വിളിക്കുന്നു. ഒരു തീരുമാനം. ദൈവത്തെ ആരാധിക്കാമോ? ദൈവമക്കളെ മാനിക്കാമോ? വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ, ദശാംശം കൊടുക്കാൻ, സഹോദരനെ സ്നേഹിക്കാൻ, വീതം വെക്കുമ്പോൾ വിശാല മനസ്സ് കാണിക്കാൻ ഒരു തീരുമാനം. യേശു നിന്നെ വിളിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രോഗ്രാം റെക്കോർഡ് ചെയ്ത മകനെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവേ ആശീർവാദം പറയുന്ന ജിനുവച്ചനെ അനുഗ്രഹിക്കണപ്പാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ പറ്റി അമ്മ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അനുഗ്രഹീതമായ ഒരു ജീവിതം നയിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഗുണങ്ങളെക്കുറിച്ചൊക്കെയും നമ്മോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായി നമ്മെ അറിയിച്ചു. അബ്രഹാമിനെ കുറിച്ച് പറയുക വിശ്വാസികളുടെ പിതാവ് എന്നാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്നെ കാണിപ്പാനിരിക്കുന്നതായ ഒരു ദേശം, ആ ദേശത്തെ ലക്ഷ്യമാക്കി തൻ്റെ ജീവിതത്തിൽ മക്കളില്ലാതിരുന്നപ്പോഴും കൂടാരവാസിയായി അബ്രഹാം പ്രിയപ്പെട്ടവളുമായിട്ട് ആയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ എംറയുടെ തോപ്പിൽ ദൈവദൂതന്മാരിറങ്ങി വരുമ്പോഴും 100 വയസ്സിനോടടുത്തുള്ളതായ അബ്രഹാം അവൻ ഒരു പരാതിയും പറയാതെ ആ ദൈവദൂതന്മാരെ പരിശുദ്ധ തൃത്വത്തിന് കുടുംബത്തിൽ സ്വീകരിക്കുകയാണ്. അവൻ അത് മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രഹാം സ്വർഗരാജ്യം അവകാശപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബോധ്യമുണ്ടാകണം. പരിശുദ്ധ പിതാക്കന്മാർ സഭയോട് ചേർന്ന് പറയുന്നത് 4 കൂട്ടം കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായി, ഒരു മനുഷ്യന് ഒരിക്കൽ ഒരു മരണം സുനിശ്ചയമാണ്. 4 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം മരണം മനുഷ്യന് സുനിശ്ചയം.
എത്രമാത്രം പഠിച്ചാലും ഉന്നതമായൊരു ജോലി കിട്ടണമെന്ന് ഒരിക്കലുമില്ല. എത്രമാത്രം കഠിനമായി അധ്വാനിച്ചാലും വലിയ സാമ്പത്തിക മേന്മയുണ്ടാകണമെന്നില്ല. എത്രമാത്രം ആരോഗ്യം പരിപാലിച്ചാലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കണമെന്നില്ല. ഈ ലോകത്തിൽ അങ്ങനെ നോക്കിയാൽ ഒന്നിനും ഒരുറപ്പുമില്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഉറപ്പുള്ള ഒരേ ഒരു കാര്യം, ഒരിക്കൽ ഏവനും മരിക്കും നിശ്ചയമാണ്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരും ഈ പറയുന്ന ഞാനും ഒരിക്കലായി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞ് യാത്രയായി പോകേണ്ടവരാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ വചനത്തിലൂന്നി പരിശുദ്ധ പിതാക്കന്മാർ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചാൽ അവന് വീണ്ടും സംഭവിക്കാനിരിക്കുന്ന ഒരു വലിയ സത്യം ഒരു ന്യായവിധിയാണ്. ന്യായവിധിക്കായി സകല വംശങ്ങളും ഗോത്രങ്ങളും ഒരുമിച്ച് ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ അവനവൻ്റെ പ്രവൃത്തികൾ പരസ്യമായി ന്യായവിസ്താരം ചെയ്യുന്ന ഒരു സമയമുണ്ട്. രഹസ്യമായിട്ടുള്ള ഒരു ഇടപാടും അവിടെയില്ല. എല്ലാ മനുഷ്യന്മാരും നിൽക്കുമ്പോൾ, സുവിശേഷകർ നിൽക്കുമ്പോൾ, മേൽപ്പട്ടക്കാർ നിൽക്കുമ്പോൾ, പട്ടക്കാർ നിൽക്കുമ്പോൾ, അൽമായക്കാർ നിൽക്കുമ്പോൾ, അവനവൻ ചെയ്തിട്ടുള്ള നന്മയെക്കുറിച്ച് തിന്മയെക്കുറിച്ച് സകല വംശങ്ങളും സകല മനുഷ്യന്മാരും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം. അന്നുവരെയും പലതും മറച്ചു വെച്ചുകൊണ്ട് പലതും ഉപായത്തിലൂടെ ചെയ്യുവാൻ നമുക്കൊക്കെയും സാധിക്കുമെങ്കിൽ അന്ന് ആ ന്യായവിധി സമയത്ത് അവനവൻ്റെ പ്രവർത്തികൾ ആമേൻ അത് വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം ഇതാ ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു രണ്ട് ഓപ്ഷനെ സിറിയാനി സഭയുടെ പിതാക്കന്മാർ പറയുന്നുള്ളൂ. രണ്ട് ഓപ്ഷൻ. ഒരിക്കലൊരു മരണം, അതിനുശേഷം ഒരു ന്യായവിധി, അതിനുശേഷം ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു നരകം. പ്രിയമുള്ളവരെ, ഒരിക്കലും ഞാനൊരു ടൂർ പോയപ്പോൾ തൊടുപുഴയ്ക്കടുത്ത് തൊമ്മൻകുത്ത് എന്ന് പറയുന്നതായ ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾ മുൻപാണ്, ഒരു 17 വർഷമെങ്കിലും മുൻപ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സ്ഥലത്ത് 13 പേർ മരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത് നിങ്ങളായിരിക്കാം. അതിൻ്റെ തൊട്ടടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? ഈ ചോദ്യം പ്രിയമുള്ളവരെ, മരണം ഉറപ്പാണെങ്കിൽ എൻ്റെയും നിൻ്റെയും മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഈ ചോദ്യം ചങ്കത്ത് കൈവച്ചൊന്ന് ചോദിക്കാൻ പറ്റട്ടെ. ഇന്ന് ഞാൻ മരിച്ചാൽ, അപ്പോൾ അച്ഛാ മരിക്കാൻ ഞങ്ങൾക്ക് പ്രായമായിട്ടില്ലല്ലോ, എനിക്കിപ്പോഴും 40 അല്ലേ, എനിക്ക് 50 വയസ്സല്ലേ, 60 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മരിക്കാനുള്ള പ്രായം എപ്പോഴാണ്? ജനിച്ചാൽ ഉടൻ തന്നെ മരണത്തിനുള്ള സമയമായിരിക്കുന്നു. എപ്പോൾ, എവിടെ, എങ്ങനെ ആർക്കും അറിയില്ല. എപ്പോൾ, എവിടെ, എങ്ങനെ ആർക്കും അറിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷേ മരണം സുനിശ്ചയം. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സകല മനുഷ്യന്മാരും അവനവൻ ചെയ്ത നന്മയ്ക്ക് അവനവൻ ചെയ്ത തിന്മയ്ക്ക് പരസ്യമായ ഈ മനുഷ്യന്മാരൊക്കെയും, മതത്തിൻ്റെ മേൽപ്പട്ടക്കാരൊക്കെയും പട്ടക്കാരൊക്കെയും ഭരണകർത്താക്കളൊക്കെയും ഇന്ന് നമ്മെക്കുറിച്ച് നന്മ മാത്രം പറഞ്ഞവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ന്യായവിധി, അതിനുശേഷം ഒരു സ്വർഗം അല്ലെങ്കിൽ ഒരു നരകം. ഞാൻ എന്ത് പ്രാപിക്കുമെന്ന് ചിന്തിക്കാം. നമുക്ക് എഴുന്നേക്കാം. ഈ സമയത്ത് നമുക്ക് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ അടയ്ക്കട്ടെ, ഞങ്ങളുടെ തലകൾ അവിടുത്തെ മുൻപാകെ ഇതാ നമിക്കുന്നു. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. സ്തുതികളിൽ വസിക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ, സാറാഫുകൾ ആരാധിക്കുന്ന, ക്രോബേന്മാർ വാഴ്ത്തുന്ന സ്വർഗീയ പരിശുദ്ധനായ ദൈവമേ, ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു, അബ്രഹാം സ്വർഗം പ്രാപിച്ചു. ദൈവമേ, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ പാർപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്നുവരെയും ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. ദൈവമേ, നിന്റെ മുഖത്തേക്ക് ഞങ്ങളൊന്ന് നോക്കട്ടെ. പാപത്തോട് യാത്ര പറയുവാൻ തീരുമാനമെടുക്കട്ടെ അപ്പാ. ഈ ഏകദിന ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ തിരികെ ഈ കുന്നുകയറി ഇവിടെ വന്ന് വചനം കേട്ട് തിരികെ പോകുമ്പോൾ വന്നതുപോലെയല്ലപ്പാ തിരികെ പോകേണ്ടത്. നിന്റെ സ്വർഗീയ ആനന്ദം, സ്വർഗരാജ്യം ഉറപ്പ് വരുത്തിക്കൊണ്ട ഈ ലോകത്തില് ദൈവമേ, ഞങ്ങൾക്ക് വന്നിരിക്കുന്ന മാറാരോഗം അത് മാറണമെന്നില്ല, കടബാധ്യത മാറണമെന്നില്ല. കുഞ്ഞ്, നീ മനസ്സു വെച്ചാൽ നടക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. നിന്റെ നരകം മാറ്റി സ്വർഗം നിനക്ക് പ്രാപിക്കാം. അത് നിന്റെ മരണശേഷം മാത്രമല്ല, ഇന്ന് സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ കൂടെ ഇരുന്നാൽ, ഓ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ അവിടം ഒരു പറുദീസ, അവിടമാണ് സ്വർഗം. സ്വർഗീയ മഹോന്നതൻ ഇതാ നിന്റെ കൂടെ വസിക്കാൻ സ്വർഗം വിട്ട്, മാലാഖമാരുടെ അകമ്പടി വിട്ട്, സ്വർഗദൂതന്മാരുടെ സ്തുതികൾ വിട്ട് ഒരു മൺമയനായി പരിശുദ്ധ കന്യകാമർത്തമറിയാം അമ്മയുടെ ഉദരത്തിലൂടെ, ഓ വിശുദ്ധ കുർബാനയായി കുഞ്ഞ് നിന്റെ ഹൃദയത്തിൽ വാഴാൻ വെളിപാട് പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് പോലെ കുഞ്ഞേ, നിന്റെ ഹൃദയത്തിൽ വാഴാൻ അവൻ കൊതിക്കുകയാണ്. ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളുന്നു. യേശു നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളുന്നു. ആ ദൈവത്തെ നോക്കി നീ ഒന്ന് പാടാമോ? നീ മാത്രം മതി എൻ്റെ തമ്പുരാനെ. എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും സ്നേഹിച്ചില്ലെങ്കിലും, എനിക്കെല്ലാവരും കയ്പ് തന്നാലും എൻ്റെ ദൈവം മാത്രം എനിക്ക് മതി. കർത്താവേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വേദനകളെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു അവന്റെ സന്നിധിയിൽ. ദൈവമക്കളെ, ആവശ്യങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ട് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇതാ അന്ന കരഞ്ഞു പറഞ്ഞതുപോലെ യേശുവിന്റെ സന്നിധിയിൽ നിന്റെ ആവശ്യങ്ങൾ മറ്റാരും കേൾക്കേണ്ട കുഞ്ഞേ, നിന്റെ ദൈവം നിന്നെ കാണുന്നുണ്ട്. ഇത് അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവൻ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, അവൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അവൻ മൗനമായിരിക്കുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. അവന്റെ സന്നിധിയിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞ്, എന്റെ അപ്പാ, എന്റെ ജീവിതത്തിൽ അത്ഭുതമായി, അടയാളമായി, അതിശയമായി ഇന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, മേൽപ്പെട്ട സ്വർഗീയ സിംഹാസനങ്ങളുടെ മുമ്പാകെ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാകണമേ. Lo el mío.